ഓക്കെ, അപ്പം പടത്തെ പറ്റി നമുക്ക് ഭയങ്കര ഹൈപ്പായിട്ട് പറയാനൊന്നുമില്ല. സർവൈവൽ പരിപാടി, അങ്ങനെ ഒരുപാട് പറഞ്ഞു കൂട്ടാനൊന്നുമില്ല. നമുക്ക് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് നമുക്കിപ്പം ഒരുപാട് നാളായിട്ട് നമ്മൾ കാണുന്ന ഒരു സബ്ജക്റ്റ്, ഒരുപാട് നമുക്ക് സിറ്റി ലൈഫും അങ്ങനെ ഒരു ക്രൈം ത്രില്ലറും അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തായാലും ഈ ഒരു സാധനം നമുക്കൊരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടക്കുന്നൊരു കഥയാണ്. അതോടൊപ്പം ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം അതേനെ പിന്നെ ബാക്കി കംപ്ലീറ്റ് പോകുന്നത് കാട്ടിലേക്കാണ്. പിന്നെ മെയിൻലി പറയുന്ന ഒരു കാട്ടുപന്നി ഒരു മനുഷ്യനും തമ്മിലുള്ളൊരു കഥയാണ്. ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു. നമസ്കാരം. അമീറിനെ എനിക്ക് നേരത്തെ അറിയാം. അമീർ എൻ്റെ ഒരു സിനിമയിൽ, മൈ ലൈഫ് പാർട്ട്ണർ സിനിമയിൽ സുധീർ നായരോടൊപ്പം തന്നെ ഒരു പ്രധാന ഈക്വലായിട്ട് പങ്കുവച്ചാണ് വേഷം. അപ്പോൾ ആ വർഷത്തെ ബെസ്റ്റ് ആക്ടർ സുധീവായിരുന്നു. പക്ഷേ ആ വർഷം അമീർ ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞതാണ്, പക്ഷേ അത് എവിടെയോ മിസ്സായിപ്പോയി. തേറ്റ ഈ സംവിധാനം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അഭിനയം വേണ്ടെന്ന് ഞാൻ വെച്ചിരുന്നു. പക്ഷേ ഈ തേറ്റ എന്നോട് അമീറാണ് പറഞ്ഞ് ഇങ്ങനൊരു സിനിമയുണ്ട്, അതിനകത്തൊരു കഥാപാത്രമുണ്ട്, ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അവനവൻ്റെ സിനിമകളും അവനവൻ്റെ കഥാപാത്രങ്ങളൊക്കെ എപ്പോഴും മിഴിവിട്ടതാകണം അല്ലെങ്കിൽ മനോഹരമാണെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്ത്, ഇത് എനിക്കൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതിൻ്റെ സബ്ജക്റ്റ് വൈസ് ഇതൊരു വല്ലാത്തൊരു ഔട്ട്സ്റ്റാൻഡിങ് സബ്ജക്റ്റ് ആയിരുന്നു. ഒരു മൃഗവും മനുഷ്യനും തമ്മിലുള്ള ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ലിങ്ക്, അതായിരുന്നു അതിൻ്റെ സബ്ജക്റ്റ്. പക്ഷേ അത് വളരെ കഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു ടീം ഓഫ് ആൾക്കാർ അതിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയത്. ഓരോരുത്തർക്ക് സിനിമ ചെയ്യണമെന്ന് പറയുമ്പോൾ അവരെ എല്ലാം അർപ്പിച്ച് ജീവിക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ സിനിമയിൽ താരങ്ങളാവണം, സംവിധായകനാകണം, മറ്റാകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്ത ഒരു എഫോർട്ട് ഉണ്ടായിരുന്നു സിനിമയിൽ. അവരുടെ കഷ്ടപ്പാടാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. അവിടെ എത്ര തിരക്കാണെങ്കിൽ ഞാൻ ഓടിയെത്താനുള്ള ഒരു കാരണം തന്നെ ഒരുപാട് കഷ്ടപ്പാടിൽ കൂടെ അവരുടെ ഒരു ചിത്രം നാളെ അല്ലെങ്കിൽ 20-ാം തീയതി സ്ക്രീനിൽ തെളിയാൻ പോവാണ്. അത് നമ്മളൊക്കെ കാണുന്നതിനപ്പുറത്തേക്ക് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അനുഭവിക്കാൻ പോകുന്നൊരു സുഖമുണ്ട്. അതെത്ര പേര് കയറണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ ഒരുപാട് വലിയ താരങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന ഈ സിനിമ നിങ്ങൾ എങ്ങനെ അതിനെ സമൂഹത്തിൽ എത്തിക്കുമെന്നതിനെ ബേസ് ചെയ്താണ്. ഞാനൊരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് എൻ്റെ ജീവിതം തുടങ്ങിയത്. ഞാനും ആദ്യമായിട്ട് മൈ ലൈഫ് പാർട്ണർ എന്നൊരു സിനിമ തിയേറ്ററിലേക്ക് എത്തിയ സമയത്ത് ഷെജിൻ അറിയാവുന്നതാണ്. അപ്പം വാതിൽ തുറന്നിട്ട് കാത്തിരിക്കും ഏതെങ്കിലും ഒരാൾ അതിലേക്ക് കടക്കണമെന്ന്. പക്ഷേ ആ കഥവ് തുറന്ന് വരാൻ അധികം പേര് വന്നില്ല. കാരണം സ്വവർഗ പ്രണയം എന്നൊരു വിഷയം മലയാളിക്ക് അന്ന് അന്യമായിരുന്നു. ഇന്ന് കാതിൽ വാദവരാതെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോഴും ഒരു ദിവസം ഞാൻ കണ്ടതാണ് ആ വാതിൽ തുറന്ന് ആരെങ്കിലുമൊക്കെ കടന്ന് എൻ്റെ സിനിമ തിരശ്ശീലയിൽ കാണണമെന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷെ അന്ന് ആരും അധികം പേര് വന്നില്ല. പിന്നീട് അതിന് ഒരുപാട് അവാർഡുകളും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴാണ് ആ സിനിമ ശ്രദ്ധേയപ്പെട്ടത്. തേറ്റയ്ക്ക് അത് ഉണ്ടാവുമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം തേറ്റ പൂർണ്ണ ഒരു രൂപത്തിൽ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു എഫോർട്ടിൽ ആ സിനിമ എവിടേക്കോ ഒരു നല്ല ജീവനോടുകൂടി തിരശ്ശീലയിൽ തെളിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ ഒരു മൂകസാക്ഷിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാന്നിധ്യമായിട്ട് ഞാനും കുറച്ചു കാലം ഉണ്ടായിരുന്നു, ഒരു നല്ലൊരു കഥാപാത്രവുമായിട്ട്. ഇതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. എന്താ പറയേണ്ടതെന്നറിയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദിയിലിരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു സിനിമ എനിക്ക് നിർമ്മിക്കാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ്. അമീർ, എൻ്റെ കൂട്ടുകാരന്മാർ ശരത്ത്, റനീഷ്, അതുപോലെ വേറെ ഒരാൾ ശരത്തുമില്ല, സീസിക്ക, ഇവരൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ സിനിമ ഇപ്പോൾ ഇവിടം വരെ നിൽക്കുന്നത്. എനിക്കിങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങളെല്ലാവരും സഹകരിക്കണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് നിങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്ത രണ്ടുപേരുണ്ടല്ലോ, ഉണ്ട്. ഫസ്റ്റ് നമുക്ക് അവർ തന്നെ തുടങ്ങാം. നമസ്കാരം, എൻ്റെ ഒരു ശരത് വിക്രം. എൻ്റെ ആദ്യ സിനിമയാണത്. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരു 4-5 സിനിമകളിലൊക്കെ പോയിരുന്നു. പിന്നീട് അതിലൊന്നും എനിക്ക് മര്യാദയ്ക്ക് എന്താ പറയുക, അതിനകത്ത് സെറ്റാവാൻ പറ്റിയില്ല. പിന്നീട് ഈ മോഹങ്ങളൊക്കെ ഞാൻ മനസ്സിൽ നിന്ന് ഇങ്ങനെ മാറ്റിക്കളഞ്ഞു, പല ജീവിത പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ട്. പിന്നീട് എല്ലാ മോഹവും വേണ്ടാന്ന് വെച്ചതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഒരു സിനിമ, തേറ്റ എന്നുള്ള സിനിമ, ഞാനും എൻ്റെ കൂട്ടുകാരൻ റനീഷ്, അതുപോലെ
എൻ്റെ കൂട്ടുകാരൻ തന്നെ അസീസ് റംസൽ അസീസ്, പിന്നെ ശരത്ത് വേണുഗോപാൽ, അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ചേർന്ന ഒരു സിനിമ അങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ സിനിമ സംഭവിച്ചു. ഒരുപാട് സന്തോഷം. എൻ്റെ ഇപ്പോൾ ഫസ്റ്റ് സിനിമയാണ് തിയേറ്ററിലേക്ക് വരുന്നത്. ഇങ്ങനെയുള്ള വേദികളൊക്കെ മൊബൈലിലൂടെയും ചാനലിലൂടെ ഇങ്ങനെ കാണാമെന്നല്ലാതെ ഇതെങ്ങനെ ഒരു അനുഭവം എനിക്കും കൂടി സാധിച്ചു എന്നുള്ള ഒരുപാട് സന്തോഷം. എല്ലാവരും ഈ സിനിമ ഒന്ന് കാണണം. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് സിംബാദ്. ഈ സിനിമയുടെ ക്യാമറ ഞാൻ മാത്രമല്ല, വേറെ എൻ്റെ ഒരു സുഹൃത്തുക്കൂടി ഫാസിലുണ്ട്. ഇതിലേക്ക് എത്തിയത് റനീഷ് ആയിരുന്നു ഈ സിനിമയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. പിന്നെ ഇത് ഒരുപാട് ബുദ്ധിമുട്ടി ഒരു സുഹൃത്തുക്കളെല്ലാവരും ഒത്തുചേർന്നിട്ടാണ് ഈ സിനിമയുടെ ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത്. അതിൽ ഞാനൊരു ക്യാമറ ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. ഓക്കെ, താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭദ്ര, ഞാൻ തൃശ്ശൂർക്കാരിയാണ്. ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്ന മീഡിയ പ്രവർത്തകർക്ക് ഞാൻ നന്ദി പറയുന്നു. കാരണം ഞങ്ങളെപ്പോലുള്ള പുതുമുഖങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് മീഡിയാസ്. അതുകൊണ്ട് ഒരുപാട് താങ്ക്സ്. പിന്നെ തേറ്റ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തേറ്റ മൂവിയിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ എത്തിപ്പെട്ടത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. തേറ്റ മൂവിയുടെ കഥ കേട്ടപ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു കഥയാണ്. തേറ്റ മൂവിയിലേക്ക് എന്നെ സെലക്ട് ചെയ്ത പ്രൊഡ്യൂസർ ബിനീഷ് സാറിനും അതുപോലെ ഡയറക്ടർ റനീഷ് സാറിനും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. തേറ്റ മൂവിയുടെ ക്രൂ തന്നെ നല്ലൊരു കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ അമീർ നിയാസിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. തേറ്റ മൂവി നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം, ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എൻ്റെ ഒരു മൂവി ഇപ്പോൾ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പേര് ഇനിയും. ആ മൂവി റിലീസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. താങ്ക് യു സോ മച്ച്.